നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചന്ദ്രരാശി ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ രഹസ്യങ്ങൾ പറയുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. 12 രാശിക്കാരുടെയും ശക്തിയും ദൗർബല്യവും ഇതിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിഗംഭീരമായിട്ടുള്ള അറിവുകളാണ് വീഡിയോയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഓം ചന്ദ്രായ നമഃ. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലർ ചെറിയൊരു കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ചിലർക്ക് പഴയ കാര്യങ്ങൾ മറക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ചിലരെങ്കിലും മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കരുതുന്നത്? ചിലർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഒരുപാട് തവണ ആലോചിച്ചെടുക്കുമ്പോൾ ചിലർ പെട്ടെന്ന് എടുത്തിയാടി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഗ്രഹമാണ് ചന്ദ്രൻ എന്നത്. ചന്ദ്രമോ മനസ്സാ ജാത എന്നാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരക ഗ്രഹമാണ്. വേദജ്യോതിഷത്തിൽ ചന്ദ്രനെ കേവലം ഒരു ഗ്രഹം മാത്രമായിട്ടല്ല കാണുന്നത്. മനസ്സ്, വികാരം, ചിന്ത, ഓർമ്മ, മാനസിക പ്രതികരണങ്ങൾ, സന്തോഷം, ദുഃഖം, സ്നേഹം, ദയ, ആഗ്രഹങ്ങൾ, മാനസിക സമാധാനം ഇവയുമായൊക്കെ ബന്ധപ്പെട്ട ഗ്രഹമായിട്ടാണ് ചന്ദ്രനെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും അമാവാസിയുടെയും പൗർണമിയുടെയും ഒക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത്. ആസ്മ പോലെയുള്ള രോഗികൾക്ക് അമാവാസി ദിനത്തിലൊക്കെ രോഗം വർദ്ധിക്കുന്നത് അതിന്റെ ചന്ദ്രന്റെ സ്വാധീനമാണ് എന്ന് നിസ്സംശയം പറയാം. സൂര്യരാശി നമ്മുടെ പുറം ലോകത്തെ വ്യക്തിത്വത്തെ കുറിച്ച് സൂചനകൾ നൽകുമ്പോൾ ചന്ദ്രരാശി നമ്മളുടെ ഉള്ളിലെ ലോകത്തെക്കുറിച്ചാണ് നമുക്ക് സൂചനകൾ നൽകുന്നത്. പുറത്ത് നമ്മൾ കാണിക്കുന്ന വ്യക്തിത്വവും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്ന വികാരങ്ങളും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അവിടെയാണ് ചന്ദ്രരാശിയുടെ പ്രാധാന്യം. ദതീശങ്ക തുഷാരാഭം ക്ഷീരോദ്ധാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർ മുകുടഭൂഷണം. നിങ്ങളുടെ ചന്ദ്രരാശി എന്താണ് നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് പറയുന്നത്? നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണ്? നിങ്ങൾ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? നമുക്ക് അവയെല്ലാം ഒന്നൊന്നായി പരിശോധിക്കാം. 12 രാശിക്കാരുടെയും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ വേർതിരിച്ച് നാം പരിശോധിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇടവക്കൂറുകാരുടെ ചന്ദ്രന്റെ സ്ഥിതി മൂലമുള്ള മാനസികമായിട്ടുള്ള ശക്തിയും ദൗർബല്യത്തെയും ഒക്കെ ഒന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സ്ഥിരത, വിശ്വാസ്യത, ക്ഷമ, ആത്മാർത്ഥത ഇവയൊക്കെയാണ് നിങ്ങളുടെ ശക്തി. ബന്ധങ്ങളിൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് ഇടവക്കൂറുകാർ. ഒരാളെ വിശ്വസിച്ചാൽ ദീർഘകാലം അത് നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ്. തൊഴിലിലും ജീവിതത്തിലും സ്ഥിരത ആഗ്രഹിക്കുന്നവരാണ് ഇവർ. എന്നാൽ മാറ്റങ്ങളെ അംഗീകരിക്കാൻ എളുപ്പത്തിൽ ഇവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പിടിവാശി, സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക, പഴയ രീതികളോട് അമിതമായിട്ടുള്ള അടുപ്പം പുലർത്തുക, ഭൗതിക സുഖങ്ങളോടുള്ള അമിതമായിട്ടുള്ള താല്പര്യങ്ങൾ എന്നിവയൊക്കെ ഇടവക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് നിങ്ങളുടെ ദൗർബല്യം. ചിലപ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് മനസ്സിലായാൽ പോലും പഴയ സാഹചര്യങ്ങളിൽ തന്നെ തുടരാനുള്ള പ്രവണത ഇവരിൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ആ ദോഷ സ്വഭാവങ്ങളെ മാറ്റി നിർത്താനായിട്ട് പരമാവധി ശ്രമിക്കുക. അവിടെയാണ് നിങ്ങളുടെ ജീവിതം വിജയത്തിലെത്തുന്നത്. അതുകൊണ്ട് ഇടവക്കൂറുകാർ ഒരു കാര്യം ഓർത്തു വെക്കുക. സ്ഥിരത നല്ലതാണ്, എന്നാൽ വളർച്ചയ്ക്ക് ചില മാറ്റങ്ങളും അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ സ്ഥിരതയും വിശ്വാസ്യതയും ക്ഷമയും ആത്മാർത്ഥതയും ഒക്കെ കൈപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പിടിവാശി, സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുക, പഴയ രീതികളോടുള്ള അമിതമായിട്ടുള്ള അടുപ്പം, ഭൗതിക സുഖങ്ങളോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം എന്നിവയെല്ലാം ദൂരെ കളയുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ദൗർബല്യങ്ങളെയും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വളരെയേറെ പ്രയോജനം നിങ്ങൾക്ക് നൽകും. മേടത്തിന്റെ ധൈര്യം, ഇടവത്തിന്റെ സ്ഥിരത, മിഥുനത്തിന്റെ ബുദ്ധി, കർക്കിടകത്തിന്റെ സ്നേഹം, ചിങ്ങത്തിന്റെ നേതൃത്വം, കന്നിയുടെ കൃത്യത, തുലാം രാശിയുടെ സമത്വബോധം, വൃശ്ചികത്തിന്റെ മനഃശക്തി, ധനുവിന്റെ ശുഭപ്രതീക്ഷ, മകരത്തിന്റെ അച്ചടക്കം, കുംഭത്തിന്റെ വ്യത്യസ്ത ചിന്ത, മീനത്തിന്റെ കരുണ. ഇപ്രകാരം ഓരോ രാശികൾക്കും പ്രകൃതി നൽകിയത് അവരുടേതായിട്ടുള്ള പ്രത്യേക ശക്തികൾ തന്നെയാണ്. അതോടൊപ്പം ഓരോ ശക്തിക്കും ഓരോ ഗുണത്തിനും
ഒപ്പം തന്നെ ഓരോ പരീക്ഷണങ്ങളും ഉണ്ടായേക്കാം. ദൗർബല്യങ്ങൾ നാം തിരിച്ചറിയുന്ന സമയം തന്നെ നമുക്ക് അതിനെ ശക്തിയാക്കി മാറ്റാനുള്ള യാത്ര ആരംഭിക്കുകയായി. അതുകൊണ്ടാണ് ജ്യോതിഷത്തെ വെറും ഫലപ്രവചനം മാത്രമായി കാണാതെ സ്വയം മനസ്സിലാക്കാനുള്ള മാർഗമായി കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഒരു കാര്യം കൂടി ഓർക്കുക, നിങ്ങളുടെ ചന്ദ്രരാശി എന്നത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നിർണ്ണയിക്കുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നു. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ദൗർബല്യങ്ങളെ അടക്കി നിർത്തുക, നിങ്ങളുടെ നല്ല ഗുണങ്ങളെ വളർത്തുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം ജാതകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നതിൽ ഉപരിയായിട്ട് നമ്മൾ ജീവിതത്തിൽ എന്താണ് എഴുതി ചേർക്കുന്നത് എന്നുള്ളതിന് പ്രസക്തിയേറും. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവരും സുഖമായിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെയും ദൗർബല്യങ്ങളെയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.